ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ക്രിസ്മസ് കേക്കാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് ക്രിസ്മസ് കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അല്ലേ. സോ ഫ്രണ്ട്സ്, നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോകുന്നതാണ്. കാരമലൈസ് അല്ല, ആക്ച്വലി കാരമലൈസിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് കുറച്ചൊന്ന് കരിയിച്ചുള്ളരുത്, പക്ഷെ എന്നാലും ഒന്ന് ഷുഗർ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാണ് രീതിയിൽ കുക്ക് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യേണ്ട കേക്കിൻ്റെ. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനിത് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. സ്റ്റീലിൻ്റെ പാത്രം അറിയാലോ, ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അടിക്ക് നല്ല കട്ടിയുള്ളൊരു പാത്രമാണ്. അതുകൊണ്ട് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം ലോ ഹീറ്റിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യണത്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്യണത് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. സോ ഇനി ഈ പഞ്ചസാര മെൽറ്റായി അതിൻ്റെ കളറൊന്ന് മാറണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമുക്കിവിടെ കാണാം നമ്മുടെ ഷുഗർ നല്ല രീതിക്ക് കാരമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ലോ ടെമ്പറേച്ചറിൽ ഇപ്പോൾ നല്ല രീതിക്ക് കുക്ക് ചെയ്ത് വന്നതാണ്. ഇനിയിപ്പോൾ ഇത് ബബിൾ ചെയ്യാൻ തുടങ്ങും. ബബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഒരു മാക്സിമം 1 മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ജസ്റ്റ് കളറൊന്ന് മാറും, കുറച്ചും കൂടി ഒന്ന് ബ്ലാക്ക് കളറാവും. ആ സമയത്ത് നമ്മളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോയാൽ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആ ചട്ടിയിലുള്ള ചൂടിലാണ് കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, ഇതാണ് നമുക്ക് വേണ്ട കളറ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പറയാം. സോ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പഞ്ചസാരയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ലോണം മേത്ത് തെറിച്ച് വിടാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുള്ളൂ. അതിൻ്റെ തിളയെന്ന് മാറി കഴിയുമ്പോഴാണ് ഞാൻ ബാക്കി കൂടി വെള്ളം ഒഴിക്കുന്നത്. ഞാനിതിപ്പോൾ നിയർലി ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ പഞ്ചസാരയുടെ കളറുകൾ കണ്ടില്ലേ, നല്ലൊരു ഡാർക്ക് എംബർ കളറിലാണ് നമുക്ക് കിട്ടിയത്. സോ എനിക്കിവിടെ പഞ്ചസാരയിൽ ക്രിസ്റ്റൽസ് ഒന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്ത് സിറപ്പാണ്. ഇനി ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് തണുക്കാൻ വെക്കാം. തണുത്തത് റൂം ടെമ്പറേച്ചറിൽ വന്നിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇത് ഞാനൊരു 1/2 കിലോ പഞ്ചസാര പൊടിക്കണതാണ്. പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്ലോവും കൂടി ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. ഒരു 6 പീസ് ക്ലോവും കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബൗളിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു സീവ് എടുത്ത് വെക്കണതാണ്. സീവിലേക്ക് കുറച്ചായിട്ട് ഞാൻ നമ്മുടെ മൈദ ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് 2 ഉണ്ട് കാര്യം. ഒന്ന് ആക്ച്വലി നമ്മുടെ മൈദ കട്ട പിടിച്ച് കിടക്കാതിരിക്കണം. അങ്ങനെ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കട്ട എളുപ്പം പോകാനായിട്ട്. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സീവ് ചെയ്ത് വിടുമ്പോഴത്തേക്കും ചെറിയ എയർ പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഇടയ്ക്ക് കയറും. ഇത് നമ്മളെ നല്ലോണം സഹായിക്കാം നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് പൊങ്ങി വരാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് 1/2 കിലോ മൈദ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറക്കാം. ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് ബാച്ച് മൈദ ഞാൻ സീവ് ചെയ്യാൻ പോകണതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നട്ട്മെഗിൻ്റെ പൗഡറാണ്. ഒരു 1/4 ടീസ്പൂണോളം സിനമൻ്റെ പൗഡർ. ക്ലോവ്സ് നമ്മൾ മെയിൻലി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ക്ലോവ്സ് ഞാൻ നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുമ്പോൾ അതിനകത്ത് ഞാൻ ക്ലോവ്സ് വേണ്ടിയിട്ടാണ് പൊടിച്ച് വെച്ചിരുന്നത്. നമുക്കിനി ഇത് സീവ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തത് ഞാൻ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ, അതായത് മൈദ 1/2 കിലോ ആണ്, പഞ്ചസാരയും 1/2 കിലോ തന്നെ. 1/2 കിലോ പഞ്ചസാര
ക്ലോവ്സിനൊപ്പം പൊടിച്ച് വെച്ചത് അത് ഞാൻ അതിൻ്റെ ഒപ്പം മിക്സ് കൊടുക്കണം. സോ ഇതിപ്പോൾ ഞാൻ നമ്മുടെ പഞ്ചസാര എടുത്ത് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്യാൻ പോണാണ്. ഞാനിതിപ്പോൾ 1/2 കിലോക്ക് ഏകദേശം ഒരു 4 മുട്ടകൾ എടുക്കുന്നുണ്ട്. 4 5 മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് നല്ലോണം അടിച്ച് പതപ്പിക്കാം. സോ നമ്മുടെ മുട്ടയുടെ അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 200 ഗ്രാം ബട്ടറാണ്. ആക്ച്വലി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ബട്ടർ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ എടുക്കാം. ഞാൻ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുത്താണ്. ഒപ്പം തന്നെ ഒരു 100 ഗ്രാം ഓയിലും കൂടിയാണിത്. ആക്ച്വലി നിങ്ങൾക്ക് ഫ്ലേവർ ഇല്ലാത്ത എന്തോ ഓയിലോ എടുക്കാം. സലാഡ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ റൈസ് ബ്രൈൻ ഓയിലോ കോക്കനട്ട് ഓയിലൊന്നും ഞാൻ പ്രിഫർ ചെയ്യണല്ലോ ഈ കേക്കിന്. പിന്നെ അടുത്ത് നമ്മൾ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വാനില എക്സ്ട്രാക്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ടാൽ മതി. നമുക്കിതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഡ്രൈയും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓവൻ ഒരു 170 ഒരു നമുക്ക് ഇനിയുള്ള ടൈം ഒരു 15 മിനിറ്റോളം നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം ബാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മളൊരു ബൗളിലേക്ക് ഇടണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകണം. ഇനി നമുക്കിതിലേക്ക് നമ്മളെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇപ്പം ഞാൻ ഇതിനൊപ്പം തന്നെ നമ്മൾ ഇതിനൊപ്പം ഉണ്ടായിരുന്ന ജൂ ഉണ്ടല്ലോ, മാക്സിമം കുറച്ച് ജൂവും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. ജൂ ഇല്ലെന്നാണെങ്കിൽ കുറച്ച് റമ്മ് ആഡ് ചെയ്താൽ മതി. ഞാൻ ഇത് മിക്സ് ചെയ്ത് ബാക്കിയുണ്ട് അതേ റമ്മ് തന്നെയാണ് മിക്സ് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ കുറച്ച് ആഡ് ചെയ്യണേ. ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്തേക്കണം. സോ ഞാനിവിടെ നമ്മുടെ ഡ്രൈ നട്ട്സ് ഒക്കെ ക്രഷ് ചെയ്ത്, അതായത് നട്ട്സ് എന്ന് പറയത്തൊക്കെ ഞാനിവിടെ കാഷ്യൂ നട്ടും പിസ്താഷ്യോയും മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇത് രണ്ടുമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ ആൽമണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വലിച്ചവാരി മിക്സ് ചെയ്യാനല്ല, ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ആക്ച്വലി നമുക്കിതിലേക്ക് ഇതിപ്പോൾ ഡ്രൈ ആണെന്ന് തോന്നണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതൊരു ഒന്ന് ലൂസായി വന്ന വരെ. കേക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ കേക്കിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയുക, ഒട്ടും ഡ്രൈ ആയിരിക്കില്ല, ഒട്ടും ഊസി ആയിരിക്കില്ല. ഇത് രണ്ടിൻ്റെ നടുക്കുള്ളൊരു ഭാഗമായിരിക്കും. ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ ആക്ച്വലി ഈ നമ്മുടെ ബാറ്റർ റെഡിയാക്കുന്നത് കേക്കിന് വേണ്ടിയിട്ടുള്ള. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ഡോ വേണ്ടത്. ഇനി 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ കേക്ക് മിക്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഓറഞ്ചിൻ്റെ പീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നി, അതുകൊണ്ട് ആഡ് ചെയ്യണേ. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് നമ്മൾ ഉണ്ടാക്കിയ വെച്ചാൽ നമ്മുടെ കാരമലൈസ് ഷുഗറാണ്. ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്റ്റലൈസ് ആയി പോകുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കിയാൽ മതി, അത് അലുത്ത് വന്നോളും. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ ഒന്നും കൂടി ഫോളോ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ ആഡ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഉണ്ട്. ഒന്ന്,
നമുക്ക് ഇതിൻ്റെ കളർ എന്തോരം വേണമെന്നുള്ളത് നോക്കാനും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോവിൻ്റെ കൺസിസ്റ്റൻസി മാറാതിരിക്കാനും. സോ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാക്സിമം എത്രയും കുറച്ച് മിക്സ് ചെയ്യാമോ അത്രയും കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഈ ഡോ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ കേക്ക് ബാറ്റർ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് വെക്കാൻ പോണേ. സോ പാരലലി നമ്മുടെ ഓവനോടെ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 170 15 minutes മാക്സ്. ഓക്കെ, ഈ ട്രേയിലേക്ക് നമ്മൾ ഏകദേശം ഒരു അര ട്രേയോളം ഇതിൻ്റെ കേക്കിൻ്റെ മിക്സ് ഇടാൻ പോണേ. സോ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം സെറ്റ് ചെയ്ത് ഇതൊന്ന് കുലുക്കി എപ്പോഴും ഇതിനകത്ത് എവിടെയെങ്കിലും എയർ ബബിൾ ട്രാപ്പൊക്കെ കിടക്കണമെങ്കിൽ അതൊക്കെ പറഞ്ഞേക്കണം ഇങ്ങനെ. സോ നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മേളിൽ 2 കഷ്ണം കശുവണ്ടി എന്തെങ്കിലുമൊക്കെ ഇട്ട് അല്ലെങ്കിൽ മുന്തിരി എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. പരിപാടിയാണ് തീർന്നത്. ഇനി നേരെ നമ്മളിത് ഓവനിലേക്ക് കയറ്റാൻ പോകും. സോ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഓവനിലേക്ക് വെക്കാൻ പോകണമാണ്. ഞാനിവിടെ പ്രീ ഹീറ്റ് വെച്ചത് 170 ഡിഗ്രിയിലാണ്. ഇത് ഞാൻ പയ്യെ കുറച്ച് ഞാനൊരു 165 വെക്കണം. സോ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോണത് ഒരു 165 നിയർലി ഒരു 45 to maybe 1 hour ഡിപ്പെൻസ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബേക്ക് ചെയ്ത കേക്ക്. സോ ഇത് കേക്ക് ഞാൻ ഓവനിൽ ഒരു 165 നിയർലി എനിക്ക് വന്നത് ഒരു 70 മിനിറ്റാണ് എനിക്ക് ആവശ്യം വന്നത് ഇത് കുക്ക് ചെയ്ത് വരാനായിട്ട്. കാരണം ഇത് ലോ ടെമ്പറേച്ചർ ലോങ് ടൈം കുക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മേൽഭാഗം നമുക്ക് കാണാം ക്രസ്റ്റ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. നല്ലൊരു സ്മൂത്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. നല്ല രസമുള്ളൊരു കേക്കാണ്. നമുക്കിത് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ. സോ ഫ്രണ്ട്സ്, നമുക്കിവിടെ കാണാം നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ കേക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അടിപൊളി ക്രിസ്മസ് ആശംസകൾ.